കോഴിക്കോട് നിന്ന് രാവിലെ ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും കേരളവും തമിഴ്നാടും കർണാടകയും ചുറ്റിയെത്തുന്ന ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ? രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ യാത്ര തുടങ്ങി. അധികം വൈകും മുമ്പ് മഴയും ഞങ്ങളുടെ കൂടെ കൂടി. റോഡും മഴയും മൂടൽമഞ്ഞും ചേർന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയായിരുന്നു. ആ തണുപ്പിൽ വൈത്തിരിയിലൊന്ന് നിർത്തി ഒരു ചൂട് ചായം കുടിച്ച് നേരെ മുതുമലയിലേക്ക്. രാവിലെ തന്നെ കാട്ടിലൂടെയുള്ള ഡ്രൈവ് അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ഓരോ വളവ് തിരിക്കുമ്പോഴും എന്തെങ്കിലും കാണാനുള്ള ആകാംക്ഷയായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴായിരുന്നു പ്രതീക്ഷിച്ചതിലും വലിയൊരു സർപ്രൈസ് കാത്തിരുന്നത്. മുതുമലയും ബന്ദിപ്പൂരും കടന്ന് കാറ് പാർക്ക് ചെയ്ത് ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ബസ്സിന്റെ ടിക്കറ്റ് എടുത്തു. 2 സൈഡിലേക്കും കൂടി 70 രൂപയാണ് ചാർജ്. ബസ് മുകളിലെത്തിയപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറി. നല്ല തണുത്ത കാറ്റ്, ചുറ്റും മൂടൽ മഞ്ഞും, അതിനിടയിൽ ഒരു കൂട്ടം മാനുകളും. ആ കാഴ്ച കൂടി ആയപ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചു. ഇങ്ങോട്ടുള്ള യാത്രയിൽ അധികം തിരക്കില്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ശനിയും ഞായറും ഒഴിവാക്കുന്നതാണ്. ഉച്ചയ്ക്ക് ഏകദേശം 1 മണി ആയതോടുകൂടി ബസ്സിൽ തിരിച്ചിറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ ഗോപാലപുരയായിരുന്നു. പ്രതീക്ഷിച്ചതിലും മനോഹരമായിരുന്നു. ചെറിയ ഗ്രാമങ്ങൾ, ഇരുവശവും പൂന്തോട്ടങ്ങൾ, നിറയെ സൂര്യകാന്തി പൂക്കൾ, പച്ചക്കറി തോട്ടങ്ങൾ. ആ വഴിയിലൂടെ പതുക്കെ പോയി കാഴ്ചകൾ ആസ്വദിക്കുന്നതിലാണ് യഥാർത്ഥ രസം. മുത്തങ്ങഴി പോകുന്ന ഒരു ഹൈവേ മാത്രം കണ്ട് മടങ്ങരുതാണ് എൻ്റെ അഭിപ്രായം. ഗോപാലപുര ഗ്രാമം തീർച്ചയായും കണ്ടിരിക്കണം. ഗുണ്ടൽപേട്ട് ടോൾ എത്തുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ മുന്നേ വലത്തോട്ട് തിരിഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും. എല്ലാ കാഴ്ചകളും കണ്ട് മുത്തങ്ങ ഫോറസ്റ്റ് വഴി തിരികെ വരുമ്പോഴാണ് ആ ദിവസം ഏറ്റവും വലിയ സർപ്രൈസ്. മരത്തിന് മുകളിൽ ഒരു പുള്ളിപ്പുലി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാട്ടിലെ ഒരു പുള്ളിപ്പുലിയെ നേരിട്ട് കാണുന്നത്. പലവട്ടം കാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ ആഗ്രഹിച്ചതാണ്, ഇന്നിപ്പോൾ കൺമുന്നിൽ എക്സ്പീരിയൻസ് ചെയ്തത് എന്നോർത്തപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ചില സന്തോഷങ്ങൾ പ്ലാൻ ചെയ്ത് കിട്ടുന്നതല്ല, യാത്ര സമ്മാനിക്കുന്ന അപ്രതീക്ഷിത നിമിഷങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. അങ്ങനെ ഒരുപിടി മനോഹരമായ ഓർമ്മകളുമായി ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.